എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പ്രവേശിക്കുന്ന കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പം അങ്ങ് ആവശ്യപ്പെട്ടിട്ടുള്ള ഈശോയെ, അഭിനയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ, സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കർത്താവെ, അവരെല്ലാം നീ അവരുടെ വിഷമതകളെയും ഭാരങ്ങളെയും ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്ന ഈശോയെ. അതുകൊണ്ട് ജീവിത യാവനകൾ നിറവേറ്റുന്നവർക്ക് കർത്താവെ, അതിനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയും അതിൻ്റെ പേരിൽ സാമ്പത്തികമായ ബാധ്യത ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥകളെ കർത്താവെ, അതിജീവനത്തിൻ്റെ പുതിയ വഴികൾ നീ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുങ്ങിപ്പോയ ലൂസായിപ്പോയ വിവാഹ മോതിരങ്ങളെ കാണിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ കർത്തത്തിൽ നിന്ന് ഞങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുന്നു. ഒന്ന്, മുമ്പത്തിനേക്കാൾ ക്ഷയിച്ചു പോയിട്ടുള്ള ശാരീരിക അവസ്ഥയുള്ളവരെ, നേരത്തെ നല്ല ആരോഗ്യമുണ്ടായിരുന്നു, അവർ ക്ഷയിച്ചിരിക്കുന്നു, അവർ അതിൻ്റെ ഭാരങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അതിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അതിനെതിരെ വരുന്ന അമിതമായ വണ്ണവും അമിതമായ ശരീര നീരുമുള്ളവരെ കർത്താവെ, അവരെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ഇപ്പോൾ കർത്താവ് കാണിച്ച എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരുണ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ ഈ ഭവനം പ്രാർത്ഥിക്കുന്ന ഓരോ ഭവനങ്ങളെ ആശീർവദിക്കുന്നു. ആരെല്ലാം പ്രാർത്ഥന എവിടെയെല്ലാം കൂടുന്നുണ്ടോ ആ നിൽക്കുന്ന സ്ഥലം, ചിലപ്പോൾ ആശുപത്രിയിൽ നേഴ്സുമാരായിരിക്കും പ്രാർത്ഥന കൂടുന്നത്, ചിലപ്പോൾ ഡോക്ടർമാരായിരിക്കാം, ചിലപ്പോൾ സാധാരണ മനുഷ്യരായിരിക്കാം കൂടുന്നത്. ആരെല്ലാം എവിടെ നിന്നെല്ലാം കൂടുന്നു അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ്, ഏറ്റവും രോഗിയെപ്പോലെ തന്നെ മാനസികമായ വിഷമം അനുഭവിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ്, അവർക്ക് തൊഴിലിന് പോകാൻ പറ്റണില്ല, വീട്ടിലെ കാര്യം നോക്കാൻ പറ്റണില്ല, അവിടെ ആഹാരവും അനുദിനമായുള്ള ശാരീരിക മെയിൻ്റനൻസോ ഒന്നും നടക്കണില്ല, അവരും വലതുപോലെ വല്ലാതെ വലയുന്നുണ്ട് ഈശോയെ. അതുകൊണ്ട് രോഗിയും ബൈസ്റ്റാൻഡറും ഒരുമിച്ച് അവിടെ നിന്ന് കർത്താവെ, അവിടെ നിന്ന് രോഗം സൗഖ്യപ്പെട്ടു പോകാനും കർത്താവ് നീ ഇടയാക്കണം. എല്ലാ ആശുപത്രികളെയും അതിരാലയങ്ങളെയും അവിടെ അന്തേവാസികളെയും അവിടെ പ്രവേശിപ്പിക്കുന്നവരെ മുഴുവൻ സമർപ്പിക്കും. ഐസിയിലുള്ള മുഴുവൻ രോഗികളെ സമർപ്പിക്കുന്നു. ഐസിയുവിൽ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഐസിയുവിന് പുറത്ത് നിൽക്കുന്നവരെ, അത് കൈകാര്യം ചെയ്യുന്ന നേഴ്സുമാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓപ്പറേഷൻ കുറിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ എല്ലാം ഓപ്പറേഷൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ വരുമോ ഇല്ലയോ എന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നവരെ പ്രാർത്ഥിക്കുന്നു. അവിടെ ഓപ്പറേഷനുകളെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ചൊരിയണ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങളുടെ പരീക്ഷകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു, അവർ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. ഈശോയെ, അവരുടെ കഴിവ് കർത്താവ്, അവർ വീണ്ടും അവർ മനസ്സിലവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ റിസൾട്ട് ഒന്ന് നന്നാക്കി തന്നാൽ മതി, വീട്ടിൽ തൽക്കാലം ഒന്ന് തല നേരെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ പഠിച്ച് കരേറിക്കുള്ള ആ ഈശോയുടെ പട്ടാങ്ങിയായിട്ട് പറയുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേക സൂചിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ, അവർക്ക് നല്ല റിസൾട്ട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠിക്കുന്ന രാത്രിയും പകലും പഠിക്കുന്നുണ്ട്, ഈ നാശം പിടിച്ച പഠനം എന്ന് തീരും എന്നറിയാതെ അവർ വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും നിങ്ങളുടെ ജീവിത മാർഗങ്ങൾ, കമ്പോളങ്ങൾ, വ്യവസായശാലകൾ, അത് വഴിമുട്ടിയവർ, അടഞ്ഞു പോയവർ, കടം കയറി മുടിഞ്ഞു പോയവർ, ജപ്തി നടപടി നേരിടുന്നവർ, സാമ്പത്തിക ബാധ്യതകൾ ഇനിയും സാധനം എടുത്ത് വെക്കാൻ പറ്റാത്തവർ, നാട്ടുകാരുടെ കൈകളിലേക്ക് സാധനങ്ങൾ പോയി കടമായി പോയവർ, കടം കയറി തകർന്നു പോയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയൊരു വഴി എങ്ങനെയാണെന്നറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മക്കളുണ്ട്, തൊഴിൽ തേടി അലയുന്ന മക്കളുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, ഉദ്യോഗസ്ഥന്മാർ
പണ്ട് ജോലി ഉണ്ടായിരുന്നവരും ഇപ്പോൾ സസ്പെൻസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈശോയെ. പല പല കാര്യങ്ങളും ജനങ്ങളുടെ സമ്മർദ്ദങ്ങളും മൂലം പല പല വിഷമതകളാൽ കർത്താവ് കഴിയുന്ന ഓരോരോ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ കർത്താവ് ഒരു പഠന ജോലി സംബന്ധമായ സർവീസ് പ്രോബ്ലംസ് വിശ്രമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു ഈശോയെ. കാർഷിക മേഖലകളിൽ ആവശ്യത്തിന് വളമില്ല, ചരക്കുകൾ കൊടുക്കാൻ പറ്റണില്ല, ഏലം ഇരുന്ന് പോകുന്നു, കുരുമുകൾ ഇരുന്ന് പോകുന്നു, റബ്ബർ ഷീറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പേരിൽ കടമേറി മുഴുകയും വിഷമിക്കുകയും ചെയ്തവരുണ്ട്. കർത്താവ് അവരെല്ലാം ഏറ്റെടുക്കണേ. മത്സ്യങ്ങൾ ചെറുതാകുന്നു, കിട്ടുന്ന മത്സ്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല, വലിയ വില കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ജീവിത മേഖലകളിൽ വേദനിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മേഖലകളിലും നിർമ്മാണ തൊഴിലാളികളെയും കർത്താവെ, കൽപ്പണിയും മരത്തിൻ്റെ പണികളുടെ എല്ലാം പെയിൻറ്റേഴ്സിനെ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികളെയും വാഹന തൊഴിലാളികളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവെ. ഓരോരോ ജോലി ചെയ്യുന്നവരെ, PhD പോലെയുള്ള പ്രബന്ധങ്ങൾ ചെയ്യുന്നവർ, അതുപോലെ ഡിസർട്ടേഷൻ ചെയ്യുന്നവർ, റെക്കോർഡ് ചെയ്യുന്നവർ, കർത്താവെ അവരെല്ലാം ഒരു ഉറക്കം നിന്ന് ഊണുമില്ലാതെ ചെയ്യുന്ന ജോലികൾക്ക് അവർക്ക് നല്ല മാർക്ക് കൊടുത്ത്, നല്ല ക്ലാസ് കൊടുത്ത്, അവർക്ക് നല്ല സന്ധിപ്പ് പ്രാർത്ഥിക്കുന്നു. ഒരു ഗർഭിണികളെ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ കലഹമുള്ള വീടുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പേര് പിരിഞ്ഞവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിയാപ്പണെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞവരെ കൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എത്രയും വേഗം കൂട്ടുചേരാനും കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലുള്ളവരും സ്വദേശങ്ങളിലുള്ളവരും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ സർവ്വ മനുഷ്യരും യേശുക്രിസ്തു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. Lord, in peace, spirit of power and grace.